ക്രിക്കറ്റ് പണ്ഡിതന്മാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിന് ആറാമത്തെ കിരീടം കിട്ടാത്തത്? എന്തിൻ്റെ കുറവാണ് ഈ ടീമിനകത്തുള്ളത്? എക്സ് ക്യാപ്റ്റനായ രോഹിത് ശർമ്മയോടുണ്ട്. രോഹിത് ശർമ്മയുടെ ഭാഗ്യം പോയെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ശർമ്മയെ എടുത്ത് പുറത്താക്കി ഗുജറാത്തിൽ കിടന്ന ഹാർദിക് പാണ്ഡ്യ എടുത്ത് ടീമിനകത്തോട്ട് കൊണ്ടുവന്നു. ഹാർദിക് പാണ്ഡ്യ 2 സീസൺ കളിച്ചു, 2ലും കപ്പ് കൊണ്ടുവരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ 2024 അപേക്ഷിച്ച് ബെറ്റർ ആയിരുന്നു 2025 ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ. എന്നാൽ പ്ലേ ഓഫിനകത്ത് കാലിടറി. നോക്കുവാണെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്റിംഗ് കോർ തന്നെ ഉണ്ട്. നമന്ദീർ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ എ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബാറ്റിംഗ് കോർ തന്നെ ഉണ്ടായിട്ടും ഈ ടീമിന് കപ്പെടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ മജീഷ്യനായ ബുംറ. ലോകത്തൊന്നേ ഉള്ളൂ, അത് ഇന്ത്യയുടെ കയ്യിലാണ്, അത് മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിലാണ്. എന്നിട്ട് ഇവർക്കൊരു കപ്പ് അടിക്കാൻ കഴിയുന്നില്ല. 5 ക്യാപ്റ്റന്മാരോളം ഈ ടീമിനകത്തുണ്ട്, എന്നിട്ട് ഇവർക്ക് കപ്പടിക്കാൻ കഴിയുന്നില്ല. സോ ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ടായിട്ടും ഈ ടീമിന് അങ്ങോട്ട് കപ്പടിക്കാൻ കഴിയുന്നില്ല. സോ എല്ലാവരുടെയും ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ ടീമിന് കപ്പ് കിട്ടുന്നില്ല? ഇത്രയും നല്ലൊരു ടീമായിട്ട് പേപ്പറിൽ നോക്കുവാണെങ്കിൽ പുലികളാണ്. സോ ഇവർക്ക് എന്തുകൊണ്ട് കപ്പ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ടീമിൻ്റെ ഒരു പ്ലേയിങ് 11 എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കി പോകുന്നത്. മുംബൈ ഇന്ത്യൻസിലോട്ട് വരുവാണെങ്കിൽ എത്ര ഓറഞ്ച് ക്യാപ്പ് പ്ലേയേഴ്സ് ഈ ടീമിനകത്ത് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? 2008 മുതൽ 2025 വരെ പരിശോധിക്കുകയാണെങ്കിൽ എത്ര ഓറഞ്ച് ക്യാപ്പ് പ്ലേയേഴ്സ് ഈ ടീമിനകത്ത് ഉണ്ടായിരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഓറഞ്ച് ക്യാപ്പ് പ്ലേയേഴ്സേ ഈ ടീമിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. അത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. അത് 2010. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഈ ടീമിനകത്ത് വേറെ ആരും ആ ഓറഞ്ച് ക്യാപ്പ് കരസ്ഥമാക്കിയിട്ടില്ല. സച്ചിൻ എന്ന് പറയുന്ന ദൈവത്തിന് മാത്രമേ ആ ഓറഞ്ച് ക്യാപ്പ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കരസ്ഥമാക്കാൻ കഴിഞ്ഞുള്ളൂ. പർപ്പിൾ ക്യാപ്പ് നോക്കുവാണെങ്കിലോ ഇന്ത്യൻ ബോളിംഗ് കോർ ഉള്ള ഒരു ടീമാണിത്. നോക്കുവാണെങ്കിൽ തുടക്കം മുതലേ ഇന്ത്യൻ ടീമിൻ്റെ മെയിൻ ബോളർമാർ കളിച്ച ഒരു ടീമാണ്. സോ എത്ര പർപ്പിൾ ക്യാപ്പ് ഹോൾഡർമാരുണ്ട് മുംബൈ ഇന്ത്യൻസിൽ നോക്കുവാണെങ്കിൽ കേവലം ഒറ്റ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ പർപ്പിൾ ക്യാപ്പ്. അത് സാക്ഷാൽ ലസിത് മലിംഗയ്ക്കാണ് 2011. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആർക്കും ഇതുവരെ നോക്കുവാണെങ്കിൽ പർപ്പിൾ ക്യാപ്പും ഓറഞ്ച് ക്യാപ്പും കിട്ടിയിട്ടില്ല, സച്ചിനും ലസിത് മലിംഗയ്ക്ക് ഒഴിച്ച്. എന്നിട്ടും ഈ ടീമിന് 5 കിരീടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ടീം ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിനെ ആശ്രയിക്കുന്ന ഒരു ടീമല്ല, ഇന്ന ആളിൽ മാത്രം ആശ്രയിക്കുന്ന, ഇന്ന ആളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടീമല്ല മുംബൈ ഇന്ത്യൻസ്. നോക്കുവാണെങ്കിൽ 12 പ്ലേയേഴ്സും ഇമ്പാക്ട് പ്ലെയർ അടക്കം എല്ലാവരും മാച്ച് വിന്നർമാരാണ്. എല്ലാവരും ഓരോ കളിയിൽ ഓരോരുത്തർ മാച്ച് വിന്നർമാരായിട്ട് വരാറുണ്ട്. അങ്ങനെയാണ് ഈ ടീമിന് 5 കിരീടങ്ങൾ കിട്ടാൻ ഇടയായത്. മിക്കുള്ള ടീമുകൾ, മറ്റ് പല ടീമുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമുകളാണ്. മുംബൈ ഇന്ത്യൻസ് നോക്കുവാണെങ്കിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ നോക്കുവാണെങ്കിൽ ഒരു പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടീമല്ല എന്നാണ് ചരിത്രങ്ങൾ പറയാറുള്ളത്. പിന്നെ ഈ ടീം എത്ര പ്രാവശ്യം ഫൈനൽ കളിച്ചിട്ടുള്ളതാണ്? 6 പ്രാവശ്യം ഈ ടീം ഫൈനൽ കളിച്ചിട്ടുണ്ട്, ഒറ്റ ഒരു പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. അത് സച്ചിൻ്റെ നേതൃത്വത്തിൽ 2010 മാത്രമേ ഉള്ളൂ ഇവർ ഫൈനലിനകത്ത് കാലിടർ ചെയ്ത്. എല്ലാവരും പറയുന്നത് ഇങ്ങനെ, ഇവർ ഫൈനലിനകത്ത് കയറി കഴിഞ്ഞാൽ സൂക്ഷിക്കണേ, ഇവർ കപ്പ് കൊണ്ടുപോകും. സത്യമാണ്, രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ എന്നൊക്കെ ഇവർ ഫൈനൽ കളിച്ചിട്ടുണ്ടോ അന്നെല്ലാം ഇവർ ജയിച്ചിട്ടുണ്ട്. സോ ഇവരെ ഫൈനൽ തോൽപ്പിക്കുക എന്ന് വെച്ചാൽ അല്പം പ്രയാസമാണ്. ഒരു പ്രാവശ്യം ഇവർ തോറ്റിട്ടുണ്ട്, 6 പ്രാവശ്യം ഇവർ ഫൈനലിനകത്ത് കയറിയിട്ടുണ്ട്. അതിൽ ഒരു പ്രാവശ്യം തോറ്റിട്ടുണ്ട്, 5 പ്രാവശ്യം ഫൈനലിൽ കയറിയപ്പോഴും ഇവർ കിരീടം നേടിയിട്ടുള്ള ടീമാണ്. 2025 നോക്കുവാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ തന്നെ അവർ തോറ്റു തുടങ്ങും. ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങും എന്ന് പറയുന്ന പോലെ തോറ്റു തുടങ്ങി. പകുതി ആയപ്പോഴത്തേന് ബുംറ തിരിച്ച് ടീമിലേക്ക് വന്നു. അപ്പോൾ ഇവർക്കൊരു എനർജിയൊക്കെ കിട്ടി, ഇവരുടെ എൻജിനൊക്കെ സ്റ്റാർട്ടായി. സോ ഇവർ കപ്പ് കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചു. അമ്മാനി ചേച്ചി അവിടെ നിന്ന് 6-6 എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്ലേ ഓഫിനകത്ത് പഞ്ചാബിൻ്റെ മുമ്പിൽ വീണുപോയി. പഞ്ചാബ് വെൽ പ്ലാനുമായിട്ട് വന്നു ബുംറയെ ടേക്ക് ഓൺ ചെയ്തു. ബുംറയുടെ 4 ഓവറാണല്ലോ എല്ലാവർക്കും കുരിശ്. സോ ബുംറയെ ടേക്ക് ഓൺ ചെയ്തു. 200+ സ്കോർ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു ടീം ചേസ് ചെയ്തു. അന്ന് വരെ നോക്കുവാണെങ്കിൽ ഇന്നേ വരെ ആരും 200 റൺസ് ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പഞ്ചാബ് ശ്രേയസ് അയ്യരും ജോഷ് ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ട് ആ സ്കോറിനെ ചേസ് ചെയ്തു, ബുംറയെ ടേക്ക് ഓൺ ചെയ്തു. സോ അങ്ങനെ ഇവരെ പ്ലേ ഓഫിനകത്ത് ഇവരെ പരാജയപ്പെടുത്തി. 2025 മുംബൈ ഇന്ത്യൻസ് 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പിന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിലോട്ട് വരുവാണെങ്കിൽ ഇവർ ഓപ്ഷന് മുമ്പ് വിജയിച്ച ഒരു ടീമാണ് ഞാൻ പറയും. ഓപ്ഷന് മുമ്പായിട്ട് ഇവർ മനോഹരമായിട്ട് 3 ട്രേഡ് നടത്തി. സൂപ്പർ ട്രേഡ് എന്ന് പറയണം. കറക്റ്റ് ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെൻറ്റിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഫസ്റ്റ് ഓഫ് ഓൾ റുദർഫോർഡിനെ എങ്ങനെ ഇവർക്ക് ടീമിലോട്ട് കിട്ടിയത് എനിക്കൊരു പിടിയില്ല. ഗുജറാത്ത് റുദർഫോർഡിനെ വിട്ടുകൊടുത്തു. എന്നാലും ഇവർക്ക് നോക്കുവാണെങ്കിൽ ഒരു വെസ്റ്റ് ഇൻഡീസ് ചായവുണ്ട്, ഒരു പൊള്ളാഡിനെ കൂടി ഒരു മാച്ച് വിന്നർ സത്യം പറഞ്ഞാൽ ഇവർ മിസ് ചെയ്യുന്നുണ്ട്. പൊള്ളാഡിനെ കൂടി വന്ന് ഫിനിഷ് ചെയ്യുന്ന, ഒരു മാച്ച് ബിൽഡ് ചെയ്യുന്ന, എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വന്നാൽ ഏർലി ഓൺ വിക്കറ്റ് പോകുകയാണെങ്കിലും മാച്ചിനെ ബിൽഡ് ചെയ്യുന്ന ഒരു വെസ്റ്റ് ഇൻഡീസ് ചായ ഇവർ നോക്കുന്നുണ്ട്. സോ അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു റുദർഫോർഡിനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. നല്ലൊരു മൂവ് തന്നെയാണ്, നല്ലൊരു ഫിനിഷറാണ് റുദർഫോർഡ്. ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുവാണെങ്കിലും T20 വേൾഡ് കപ്പിലെ ഫോം വെച്ച് നോക്കുവാണെങ്കിലും സൂപ്പർ ഒരു പ്ലെയറാണ്. റുദർഫോർഡിനെ ഇവർ ടീമിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു പിക്കാണ് ഷാദുൽ താക്കൂറിനെ ഇവർ ടീമിലേക്ക് കൊണ്ടുവന്നത്.
നോക്കുവാണെങ്കിൽ ഒരു ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് ആണ് ദീപക് ചഹാർ ഷാദുൽ താക്കൂറിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഒരു നല്ലൊരു മൂവ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ മറ്റൊരു മൂവാണ് മയങ്ക് മാർക്കണ്ഡെ എന്ന് പറഞ്ഞ ഒരു ലെഗ് സ്പിന്നറെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നു. ഇവരുടെ ടീം നോക്കുവാണെങ്കിൽ സ്പിന്നർമാർ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു, വിക്കറ്റൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പിന്നർ നോക്കുവാണെങ്കിൽ ഇല്ലാന്താനും. സോ നോക്കുവാണെങ്കിൽ ഒരു അൺഗ്യാപ്പ് പ്ലെയർ ആണ് മയങ്ക് മാർക്കണ്ഡെ, പക്ഷെ നല്ലൊരു സ്പിന്നറാണ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ മയങ്ക് മാർക്കണ്ഡെ ഇവർ ട്രേഡ് വഴി ടീമിലേക്ക് കൊണ്ടുപോകും, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഒരു ഓപ്ഷനിലൂടെ ടീമിലേക്ക് കൊണ്ടുവന്ന പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ആൾറെഡി ഇവരുടെ കയ്യിൽ 2.75 ഉള്ളായിരുന്നു ഇവരുടെ കയ്യിൽ എമൗണ്ട് ആയിട്ട്. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 1 കോടിക്ക് ബേസിക് പ്രൈസിന് ഡീകോക്കിനെ ഇവർ ചാടിച്ചെന്നുള്ളതാണ്. ഓപ്ഷൻ നടന്നത് മറ്റേ ടീം അറിഞ്ഞില്ല, ഇവർ വിളിച്ചുകൊണ്ട് പോയതും ആരും അറിഞ്ഞില്ല. 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് തന്നെ ഡീകോക്കിനെ വിളിച്ചുകൊണ്ട് പോയി. മറ്റുള്ളവരെല്ലാം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ, ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയം. ഇനി അംബാനി സാറ് മറ്റുള്ളവരടുത്ത് പറഞ്ഞു ഇനി അനങ്ങണ്ട ഇതുവെല്ലാം പറഞ്ഞോ ഒന്നും അറിയാൻ വയ്യ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് ആയിരുന്നു. ഇവർ പോകുന്നെങ്കിൽ ഡീകോക്കിന് വേണ്ടിയേ പോകത്തുള്ളൂ എന്ന് ഇവർക്ക് അറിയായിരുന്നു. പക്ഷെ ഡീകോക്ക് വരുന്നു, മുംബൈ ഇന്ത്യൻസ് 1, 2, 3 എന്ന് പറയുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. ആരും 1 രൂപ പോലും കൂട്ടി വിളിച്ചില്ല. 1 കോടിക്ക് വന്നു, 1 കോടിക്ക് കൊണ്ടുപോയി. സോ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു പിക്ക് തന്നെയാണ്. റിക്കൽട്ടൺ നോക്കുവാണെങ്കിൽ ഒരു പകരക്കാരനെ കിട്ടി, അല്ലെങ്കിൽ ഡീകോക്കിന് ഒരു പകരക്കാരനായിട്ട് റിക്കൽട്ടൺ ഇവിടെ ഉണ്ട്. നോക്കുവാണെങ്കിൽ 2 പേര് സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷന് പറ്റിയ 2 പ്ലെയർ. വാങ്കര കണ്ടീഷൻ നമുക്കറിയാം, ട്രൂ ആയിട്ടുള്ള ബൗൺസ് വരുന്ന ഒരു കണ്ടീഷനാണ്. സോ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും ബാറ്റിലോട്ട് വരുവാണെങ്കിൽ, നല്ല ഫോമിലാണെങ്കിൽ. സോ അതിന് പറ്റിയ ഒരു പ്ലെയറാണ് ഡീകോക്ക്. ഡീകോക്കിന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയും ഡീകോക്കിനോട് ചേർന്നുള്ള ഒരു കോംബോയും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് കോംബോ നോക്കുവാണെങ്കിൽ ഡീകോക്കും രോഹിത് ശർമ്മയുടെ ആ ഓപ്പണിംഗ് തന്നെയായിരുന്നു. സോ ഇഷാൻ കിഷനൊക്കെ ഇടയ്ക്ക് ടീമിലേക്ക് വന്നെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് കോംബോ ഇപ്പോഴും നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മയുടെയും ഡീകോക്കിൻ്റെ പേരിൽ തന്നെയാണ്. സോ ഡീകോക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ കുറച്ച് അൺക്യാപ്പ് പ്ലേയേഴ്സിനെ ഈ ഒരു ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. സോ തരക്കേടില്ലാത്തൊരു ഓപ്ഷനെ അവർ യൂട്ടിലൈസ് ചെയ്തു. അതുപോലെ തന്നെ ട്രേഡ് അവർ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അവരുടെ കയ്യിൽ കാശ് വളരെ കുറവായിരുന്നു, പക്ഷേ അത് ട്രേഡിലൂടെ അവരത് പരിഹരിച്ചു. പിന്നെ ഈ ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പവർ പ്ലേ രോഹിത് ശർമ്മയ്ക്കും ഡീകോക്ക് അല്ലെങ്കിൽ റിക്കൽട്ടനും കൂടെ ചേർന്ന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഒരു 6 ഓവറിനകത്ത് ഒരു 60 റൺസിന് മേളിലോട്ട് കൊണ്ടുവരാൻ കഴിയുവാണെങ്കിൽ ഒരു 190, 200 റൺസ് എക്സ്പെഷ്യലി വാങ്കഡെ കൂട്ടുള്ള ഒരു പിച്ചിനകത്ത് കണ്ടെത്താൻ കഴിയും. ആ പിച്ചിൽ ഇവർക്ക് ആ സ്കോറിനെ ഡിഫെൻഡ് ചെയ്യാനും കഴിയും. സോ രോഹിത് ശർമ്മ കൊടുക്കുന്ന ഒരു സ്റ്റാർട്ട്, ക്വിക്കായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായിരിക്കും. രോഹിത് ശർമ്മ നമുക്കറിയാം ഇച്ചിരി പിണക്കമൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മുംബൈ ഇന്ത്യൻസിനോട് ഒരു പിണക്കമൊക്കെ കാണിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ പിണക്കമൊക്കെ മാറിയെന്ന് തോന്നുന്നു. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് വരുവാണെങ്കിൽ എത്ര മോശം ഫോം ആണെങ്കിലും രോഹിത് ശർമ്മ ഒരു 400, 450 റൺസ് കണ്ടെത്തും. സോ ബാറ്റിംഗ് പവർ പ്ലേ ആണ് ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്ട്രെങ്ത്. പിന്നെ ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡറാണ്. പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവ് സ്പിന്നിനെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. സ്വീപ്പ് ഷോട്ടൊക്കെ കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയറാണ്. ഇന്ത്യൻ ടീമിൽ നോക്കുവാണെങ്കിൽ T20 വേൾഡ് കപ്പിനകത്ത് വലിയൊരു ഫോമിലല്ലായിരുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമ്പോഴത്തേന്, പ്രത്യേകിച്ച് അംബാനി സാറിന് വേണ്ടി കളിക്കുമ്പോഴത്തേന് ആ ഫോമിലേക്ക് സൂര്യകുമാർ യാദവ് തിരിച്ചു വരാറുണ്ട്. സോ സൂര്യകുമാർ യാദവ് തിരിച്ചു വരും. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ നേടിയ ഒരു പ്ലെയറാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി. സൂര്യകുമാർ യാദവ് മിഡിൽ ഓർഡറിൽ കൊണ്ടുവരുന്ന ഒരു സ്ട്രെങ്ത്. പിന്നെ നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ സ്പിന്നർമാർക്കെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഇവർ മിഡിൽ ഓർഡറിനകത്ത് സ്പിന്നർമാർക്കെതിരെ അല്പം സ്ട്രൈക്ക് റേറ്റ് കുറയാറുണ്ട് മുംബൈ ഇന്ത്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലക്നൌവിലും ചെന്നൈയിലൊക്കെ കളിക്കുമ്പോഴത്തേനും. സോ ഹാർദിക് പാണ്ഡ്യ മിഡിൽ ഓർഡറിനകത്ത് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്, സ്പിന്നർമാർക്കെതിരെയുള്ള ആ ഒരു സ്ട്രൈക്ക് റേറ്റ്, സോ മിഡിൽ ഓർഡറിനകത്ത് ഇവർക്ക് ഗുണം ചെയ്യും. പിന്നെ തിലക് വർമ്മ നമുക്കറിയാം നമ്പർ 3 ഇന്ത്യൻ ടീമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു. പക്ഷേ നമ്പർ 5, നമ്പർ 6 വന്നപ്പോഴത്തേന് വേറെ ഒരു ലെവൽ തിലക് വർമ്മ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. 110 സ്ട്രൈക്ക് റേറ്റിലാണ് നമ്പർ 3 കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്പർ 5, നമ്പർ 6 ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേന് 210 സ്ട്രൈക്ക് റേറ്റ് ബാറ്റ് ചെയ്യുന്ന ഒരു തിലക് വർമ്മയെ നമുക്കറിയാം. ഒരു ആങ്കർ പ്ലെയറാണ്, സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ ഇവർ മിഡിൽ ഓർഡർ നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്. നല്ലൊരു സ്റ്റാർട്ട് ഓപ്പണിങ്ങിൽ കിട്ടുവാണെങ്കിൽ മിഡിൽ ഓർഡർ നോക്കുവാണെങ്കിൽ ആ സ്കോറിനെ ക്യാരി ചെയ്യാൻ കഴിയും, മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫിനിഷർമാരും ഓൾറൗണ്ടർമാരും ഉള്ള ഒരു ടീമാണ്. ആദ്യം തന്നെ വിൽ ജാക്ക് നല്ല ഫോമിൽ തന്നെയാണ്, ഇംഗ്ലണ്ടിന് വേണ്ടി മനോഹരമായിട്ട് ബാറ്റ് ചെയ്ത ഒരു പ്ലെയറാണ്. 4 കളി നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. സോ നല്ല ഒരു ഫിനിഷർ റോളിലോട്ട് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളറാണ്, നല്ലൊരു ഓഫ് ബ്രേക്ക് ബോളറാണ്. റൈറ്റ് ഹാൻഡർക്കെതിരെയും ലെഫ്റ്റ് ഹാൻഡർക്കെതിരെയും വിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് വിൽ ജാക്ക്. അതുപോലെ തന്നെ റുദർഫോർഡ് നമുക്കറിയാം T20 വേൾഡ് കപ്പിനകത്ത് നല്ലൊരു ഫോമിലായിരുന്നു റുദർഫോർഡ്. സോ റുദർഫോർഡ് കൊടുക്കുന്ന ഒരു ഫിനിഷ്. പിന്നെ നമന്തീർ ടീമിനെ പോകുന്നുണ്ട്, നമന്തീർ കൊടുക്കുന്ന ഒരു ഫിനിഷ്. അതുപോലെ തന്നെ കോർവിൻ ബോഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ബോളിങ്ങിനകത്ത് യൂട്ടിലൈസ് ചെയ്യാം, അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണത്താൽ ട്രെന്റ് ബോൾട്ടിന് ഒരു ഇഞ്ചറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്ലേസ്മെന്റ് വേണോ അല്ലെങ്കിൽ റിതം ഇല്ലയോ, കോർവിൻ ബോഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ബാറ്റിങ്ങും ചെയ്യാൻ കഴിയും, ഒരു ഫിനിഷറുമാണ്. സോ ഒരു ഓൾറൗണ്ടറാണ് കോർവിൻ ബോഷ്, ഒരു ഫിനിഷറാണ്. അതുപോലെ തന്നെ അഥർവ അൻഗുലേക്കർ എന്ന് പറഞ്ഞ ഒരു ഫിനിഷറെ ഇപ്പം ഇവർ ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷറാണ്, നമ്പർ 6, നമ്പർ 7 കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് അഥർവ അൻഗുലേക്കർ. സോ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിനിഷർമാരും ഓൾറൗണ്ടർമാരും ഉള്ളൊരു ടീമാണ്. പിന്നെ ഇവരുടെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ ഡെത്ത് ഓവർ
17ാമത്തെ ഓവർ ബുംറയുടെ 20ാമത്തെ ഓവർ. സോ എതിർ ടീമിനെ സംബന്ധിച്ചിടത്തോളം മാത്യു ഹേഡൻ പറഞ്ഞതുപോലെ ബുംറ ടീമിലുണ്ടെങ്കിൽ എതിർ ടീമിന് 16 ഓവറേ ഉള്ളൂ. റിക്വയർ റൺ റേറ്റ് ഇപ്പം 15 വേണമെങ്കിൽ ബുംറ വന്നിട്ട് 5 റൺസേ കൊടുക്കത്തുള്ളൂ. സോ ബുംറയുടെ 4 ഓവർ മാക്സിമം ബുംറ വിട്ട് കൊടുക്കുന്നത് ചിലപ്പം 20 റൺസൊക്കെ ആയിരിക്കും വിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റുകളും ബുംറ വന്ന് എടുക്കും. ബുംറ നോക്കുകയാണെങ്കിൽ ഇപ്പം വളരെ എഫക്റ്റീവാണ്. ഇപ്പം ബുംറയുടെ സ്ലോ ബോൾ ആണെങ്കിലും യോക്കർ ആണെങ്കിലും സോ വളരെ എഫക്റ്റീവാണ്. സോ ബുംറയുടെ ഡെത്ത് ഓവർ 17ാമത്തെ ഓവറും അതുപോലെ തന്നെ 20ാമത്തെ ഓവറും മുംബൈ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ മുംബൈ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ട്രെന്റ് ബോൾട്ട് അല്ലെങ്കിൽ ദീപക് ചഹാർ ന്യൂ ബോളിൽ കൊണ്ടുവരുന്ന ഏർലി മൂവ്മെൻറ്റ്, രണ്ട് സൈഡിലോട്ട് മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിവുള്ള ബോളർമാരാണ് ദീപക് ചഹാർ ആണെങ്കിലും ട്രെന്റ് ബോൾട്ട് ആണെങ്കിലും. സോ പവർ പ്ലേക്കകത്ത് തന്നെ ഇവർക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയും ട്രെന്റ് ബോൾട്ടിൻ്റെയും ദീപക് ചഹാറിനെയും വെച്ചുകൊണ്ട്. സോ നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് വാങ്കഡയുടെ പിച്ച് നമുക്കറിയാം, റെഡ് സോയിൽ പിച്ചാണ്. അവിടെ ഏർലി ഓൺ ഒരു 6 ഓവറിനകത്ത് അണ്ടർ ലൈറ്റിനകത്ത് ബോൾ മൂവ്മെൻറ്റ് കിട്ടും. സോ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ദീപക് ചഹാറിനും കഴിയും, അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടിന് കഴിയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോർവിൻ ബോഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഷാദുൽ താക്കൂർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സോ വാങ്കഡയുടെ പിച്ച്, ആ ഒരു പിച്ചിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പേസ് ബോളർമാർ, സീമും സിങ്ങും ജയിക്കാൻ കഴിയുന്നുള്ള ബോളർമാർ ഇവർ ടീമിനകത്തുണ്ട്. അതാണ് ഇവരുടെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഒരു സ്ട്രെങ്ത്. പിന്നെ വാങ്കഡയുടെ പിച്ച് ബൗണ്ടറി വളരെ ചെറുതാണ്. സോ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം, തിലകിനെ സംബന്ധിച്ചിടത്തോളം, സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം, ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം, വിൽ ജാക്ക്, റുദർഫോർഡിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബൗണ്ടറി ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ചെറിയ ബൗണ്ടറീസാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഹൈ സ്കോറിംഗ് മാച്ചസ് നടന്ന ഒരു ഗ്രൗണ്ടും കൂടിയാണ്. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള മത്സരം നമുക്കറിയാം. ഹൈ സ്കോറിംഗ് മാച്ച് നടന്നൊരു മത്സരമാണ്. ഏകദേശം 498 റൺസ് ആ ഒരു സെമി ഫൈനലിനകത്ത് അവിടെ വന്നിട്ടുണ്ട്. സോ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ച്, ചെറിയൊരു ബൗണ്ടറി. സോ അത് എനിക്ക് തോന്നുന്നു മുംബൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ ഈ ടീമിനകത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് മാത്രമല്ല, ഇവർക്ക് വീക്ക്നെസ്സും ഉണ്ട്. വീക്ക്നെസ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊള്ളാഡിന് പറ്റിയ ഒരു ഫിനിഷർ നോക്കുവാണെങ്കിൽ ഇവർ ടീമിനകത്ത് വന്നിട്ടില്ലേ. അതായത് ഏർലി ഓൺ വിക്കറ്റൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാച്ചിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫിനിഷർ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇല്ല. പൊള്ളാഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഏർലി ഓൺ വിക്കറ്റൊക്കെ അവിടെ പോവുകയാണെങ്കിൽ ഒരു മാച്ചിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു പൊള്ളാഡിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു പ്ലെയർ നോക്കുവാണെങ്കിൽ ഇവരുടെ ടീമിൽ ഇപ്പം കാണാൻ കഴിയുന്നില്ല. സോ അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ റുദർഫോർഡിനും വിൽ ജാക്കിനൊക്കെ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ട് അതിനെ ഫിനിഷ് ചെയ്യുന്നവർ മാത്രമല്ല ഫിനിഷർ. സോ ടീം ഒരു സ്ട്രഗിളിലൂടെ പോകുമ്പോഴത്തേന് മാച്ചിനെ ബിൽഡ് ചെയ്തിട്ട് പിന്നെ മാച്ചിനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സിനെ അവർക്ക് അത്യാവശ്യമുണ്ട്. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമന്ദീറിനാണെങ്കിലും വിൽ ജാക്കിനായാലും റുദർഫോർഡിനായാലും ആ ഒരു റോളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പിന്നർമാർ, വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർമാരില്ല. ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയതാ ഇപ്പം വിക്കറ്റ് വരുമെന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പിന്നർ നോക്കുവാണെങ്കിൽ ഇവരുടെ ടീമിലില്ല. സാർണർ ഇവരുടെ ടീമിലപ്പോൾ ഉണ്ട്, പക്ഷേ ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ആണോ സാർണർ നോക്കുവാണെങ്കിൽ ഡൗട്ടാണ്. എക്സ്പെഷ്യലി ലക്നൗ അല്ലെങ്കിൽ ചെന്നൈ കൂട്ടുള്ള സ്ലോഷ് ആയിട്ടുള്ള പിച്ചിലും ഇവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സോ സ്പിന്നിനകത്ത് ഇവർക്കൊരു ബലഹീനതയുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്. അത് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രാവശ്യം എത്രമാത്രം അത് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് കണ്ടറിയണം. ഇവർ നോക്കുവാണെങ്കിൽ അല്ല ഗസൻഫർ ടീമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. 2025 ഇഞ്ചുറി ആയിരുന്നു, കളിച്ചില്ല. കറണ്ട് ഫോം വെച്ച് നോക്കുവാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ടീമിൽ പോലും അല്ല ഗസൻഫർ കളിക്കുന്നില്ല. ലീഗ് മത്സരത്തിൽ നോക്കുവാണെങ്കിൽ ആ ഒരു മിസ്റ്ററി ഇപ്പം അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ല അല്ല ഗസൻഫറിനെ സംബന്ധിച്ചിടത്തോളം. സോ മയങ്ക് മാർക്കണ്ഡ ഉണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ മയങ്ക് മാർക്കണ്ഡയാണ്. മയങ്ക് മാർക്കണ്ഡ അല്പം കൂടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സാർണർ അല്പവും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇവരൊരു വീക്ക്നെസ് നോക്കുവാണെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ പ്രാവശ്യം അതിനെ മയങ്ക് മാർക്കണ്ഡ വെച്ചിട്ടാണെങ്കിലും സാർണറിനെ വെച്ചിട്ടാണെങ്കിലും അല്ല ഗസൻഫറിനെയൊക്കെ വെച്ചിട്ട് ഇവർക്ക് അത് ടാക്കിൾ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ ഇവർ നോക്കുവാണെങ്കിൽ ഹെവി ആയിട്ട് ഡിപ്പെൻഡാണ് ബുംറയെ. നമുക്കറിയാം ബുംറ നോക്കുവാണെങ്കിൽ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ്. ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. മേ ബി ബുംറയുടെ ഒരു ഓഫ് ഡേ ആയി കഴിഞ്ഞാൽ മറ്റ് ബോളർമാരെ മേ ബി എതിർ ടീം ടേക്ക് ഓൺ ചെയ്യും. ഈ പ്രാവശ്യം എല്ലാവരും നോക്കുന്നത് ബുംറ എങ്ങനെയെങ്കിലും ടേക്ക് ഓൺ ചെയ്യാനായിരിക്കും. ആ ബുംറയുടെ ആ 4 ഓവറിനെ മാറ്റി വെക്കാനായിരിക്കും എല്ലാവരും നോക്കുന്നത്. ബുംറയുടെ 4 ഓവർ നമുക്കറിയാം ബുംറ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ. സോ ബുംറയെ നോക്കുവാണെങ്കിൽ ഹെവി ആയിട്ട് ഡിപ്പെൻഡാണ് മുംബൈ ഇന്ത്യൻസ്. സോ ബുംറയ്ക്ക് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ റിതം ഓഫ് ആകുകയോ ചെയ്യുവാണെങ്കിൽ ഈ ടീം എങ്ങനെ സർവേ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നോക്കുവാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ലോഡാണ്. ക്യാപ്റ്റനാണ്, ബാറ്റ്സ്മാനാണ്, 3-4 ഓവർ എറിയേണ്ടതായിട്ട് വരും. പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. സോ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഓവർലോഡാണ്. സോ അതിനെ എങ്ങനെ ഹാർദിക് പാണ്ഡ്യ ടാക്കിൾ ചെയ്യും, ക്യാപ്റ്റൻസി, ബാറ്റിങ്, ബോളിങ് എല്ലാം കൂടെ എങ്ങനെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതും കണ്ടറിയണം. അതുപോലെ തന്നെ ദീപക് ചഹാർ, അതും ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. എപ്പം കളിക്കും എപ്പം കളിക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
സോ അതുപോലെ തന്നെ പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ദീപക് ചഹാറിന് ഡെത്ത് ഓവറിനകത്ത് എറിയിപ്പിക്കാനും കഴിയത്തില്ല. സോ ദീപക് ചഹാർ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. ന്യൂ ബോളിനകത്ത് വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഡെത്ത് ഓവറിനകത്ത് ദീപക് ചഹാറിനെ എറിയിക്കാൻ കഴിയത്തില്ല. ബുംറയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു ബോർഡർ ഇല്ല ഡെത്ത് ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ. ട്രെൻഡ് ബോൾട്ടിന് നോക്കുവാണെങ്കിലും ഡെത്ത് ഓവറിനകത്ത് അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അടികൊള്ളും. അല്പമെങ്കിലും ബെറ്ററായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയാണെന്ന് പറഞ്ഞാലും ഹാർദിക് പാണ്ഡ്യ 10 മുതൽ 15 റൺസ് വരെ ലീക്ക് ചെയ്യുന്നൊരു പ്ലെയറാണ്. സോ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബുംറ കഴിഞ്ഞിട്ട് ഡെത്ത് ഓവറിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ബോളർ ഇല്ല റൺസിനെ കൺട്രോൾ ചെയ്യാൻ. അല്ലെങ്കിൽ ബുംറയ്ക്ക് ഒരു സപ്പോർട്ടീവായി, അല്ലെങ്കിൽ ബുംറ ഒരു ഓഫ് ഡേ ആവുകയാണെങ്കിൽ, ബുംറയുടെ റിതം നഷ്ടപ്പെടുവാണെങ്കിൽ ഇവർ ആരെ കൂടുതലായിട്ട് ആശ്രയിക്കും, പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രെങ്തും ഇവരുടെ വീക്ക്നെസ്സും. സോ ഇനി നമുക്കൊരു പ്ലേയിങ് ഇലവനിലോട്ട് പോകാം. പ്ലേയിങ് ഇലവനിലോട്ട് പോവുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ഡീകോക്ക് കളിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിക്കൾട്ടന് പകരമായിട്ട് ഡീകോക്കിനെ കളിപ്പിക്കും. രണ്ടുപേരും നോക്കുകയാണെങ്കിൽ നല്ല ഫോമിലാണ്. ഡീകോക്കും നമുക്കറിയാം വേൾഡ് കപ്പിനകത്ത് നല്ലൊരു ഫോമിലായിരുന്നു. സോ ഡീകോക്ക് നമ്പർ 3 വരുവാണെങ്കിൽ സൂര്യകുമാർ യാദവ്, നമ്പർ 4 ഹാർദിക് പാണ്ഡ്യ. എൻ്റെ അഭിപ്രായത്തിൽ നമ്പർ 4 തന്നെ ഹാർദിക് പാണ്ഡ്യ കളിക്കണം. കുറച്ചും കൂടെ മുമ്പേ വന്നിട്ട് സ്പിന്നർമാരെ ടേക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ ഹാർദിക് പാണ്ഡ്യ നമ്പർ 4, തിലക് വർമ്മ നമ്പർ 5. സോ നമുക്കറിയാം തിലക് വർമ്മയുടെ ഇപ്പോഴത്തെ റോള് നമ്പർ 5 ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. സോ ഒരു ആങ്കർ റോൾ കാഴ്ചവെക്കാനും കഴിയും, നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാനും കഴിയും തിലക് വർമ്മയ്ക്ക്. പ്രത്യേകിച്ച് പേസ് ബോളർമാർക്കെതിരെ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ. സോ തിലക് വർമ്മ നമ്പർ 5. നമ്പർ 6 വരുവാണെങ്കിൽ വിൽജാക്ക് നോക്കുവാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഫോമിലാണ്. സോ ആ ഫോമിനെ യൂട്ടിലൈസ് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയട്ടെ. സോ റുദർഫോർഡിനെ ഞാൻ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫയർ പവർ ഇല്ല ലോ ഓർഡറിനകത്ത് വരുവാണെങ്കിൽ. സോ റുദർഫോർഡിൻ്റെ ഫോം വെച്ചിട്ട് റുദർഫോർഡും ടീമിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 7ാം നമ്പറിൽ റുദർഫോർഡ്, 8ാം നമ്പറിലോട്ട് വരുവാണെങ്കിൽ ദീപക് ചഹാറിന് ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. സോ ഞാൻ ദീപക് ചഹാറിനെ നമ്പർ 8 കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നമ്പർ 9 മയങ്ക് മാർക്കണ്ഡെ എന്ന് പറഞ്ഞ സ്പിന്നർ, ലെഗ് സ്പിന്നർ 9ാം സ്ഥാനത്ത്. ബുംറ നോക്കുവാണെങ്കിൽ 10, ട്രെൻഡ് ബോൾട്ട് നോക്കുവാണെങ്കിൽ 11. പിന്നെ നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സാഹചര്യം അനുസരിച്ച് സാർണറിനെ കൊണ്ടുവരാം. നമന്ദീർ ഉണ്ട്, അല്ല ഗസൻഫർ ഉണ്ട്. സോ ഈ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. സോ വിൽജാക്കിന് ബോൾ ചെയ്യാൻ കഴിയും. സോ മയങ്ക് മാർക്കണ്ടയ്ക്ക് ബോൾ ചെയ്യാൻ കഴിയും. സോ ഇവരൊക്കെ മതി. ഇനി എക്സ്ട്രാ ഒരു സ്പിന്ന് ആവശ്യമുണ്ടെങ്കിൽ അല്ല ഗസൻഫറിനെയോ സാർണറിനെയോ കൊണ്ടുവരാം. അല്ല ഇനി ഒരു ബാറ്റിംഗ് പവർ ആവശ്യമെങ്കിൽ നമന്ദീറിനെയും ഇവർക്ക് ടീമിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. സോ ഇതാണ് എൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ. സോ ഇനി ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ സൂര്യകുമാർ യാദവിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് ഫോം ഇന്ത്യൻ ടീമിന് വേണ്ടി തിളങ്ങിയിട്ടില്ല. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഒരുപാട് പ്ലേയേഴ്സ് വെളിയിൽ നിൽപ്പുണ്ട്. ഈ IPL കഴിയുമ്പോഴത്തേനും പലരും ഇന്ത്യൻ ടീമിലോട്ട് കയറാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഋതുരാജ് ഗൈക്വാഡ് ആണെങ്കിലും, ശ്രേയസ് അയ്യർ ആണെങ്കിലും, SSC ജയ്സ്വാൾ ആണെങ്കിലും, സൂര്യവംശി ആണെങ്കിലും ഒരുപാട് പ്ലേയേഴ്സ് വരാൻ നിൽപ്പുണ്ട്. സോ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ബെറ്റർ ആക്കാൻ സൂര്യകുമാർ യാദവിന് കഴിയട്ടെ. പിന്നെ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ സീസണാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി. ഗുജറാത്തിൽ നിന്ന് അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നു. എന്താണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടത് അത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുക്കാൻ ഈ പ്രാവശ്യം കഴിയണം. സോ ഹാർദിക് പാണ്ഡ്യയ്ക്കും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ബെറ്റർ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയണം. അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലും ടീമിനെ ഫൈനൽ വരെ എത്തിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിയണം. പിന്നെ മോസ്റ്റ് റൺസ് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തിലക് വർമ്മയായിരിക്കും മോസ്റ്റ് റൺസ്. മോസ്റ്റ് വിക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മജീഷ്യൻ ബുംറ. പിന്നെ ടീമിൻ്റെ റാങ്കിങ് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ടീം എന്തായാലും പ്ലേ ഓഫിലെത്തും. ഫൈനലിൽ കളിച്ചില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്സെറ്റാണെന്ന് പറയാം. സോ ഫൈനലിൽ വരെ എത്താൻ കഴിവുള്ള ഒരു ടീമാണ്. സോ പ്ലേ ഓഫ് ഉറപ്പാണ്. പ്ലേ ഓഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്. സോ ഫൈനലിൽ വന്നില്ലെങ്കിൽ ഒരു അപ്സെറ്റ് എന്ന് പറയാം. സോ കാത്തിരുന്ന് കാണാം 6ാമത്തെ ട്രോഫി ലോഡിംഗ് ആണോ 2026 എന്നുള്ളത്.